എന്തൊക്കെ കഥകളാണ് ഉണ്ടാക്കുന്നത്. പൂരം കലക്കി, ചെമ്പ് കലക്കി, ഗോപിയാശാനെ കലക്കി, RLVയെ കലക്കി, ഇതെല്ലാം കഴിഞ്ഞ് വോട്ട് കലക്കി. നീ ചന്ദ്രമളഞ്ഞൊഴിയിൽ അതെല്ലോ ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ ഞാൻ എന്താ പറഞ്ഞു അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. ചത്ത് ശവങ്ങളെ 25 വർഷം മുമ്പ് അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? പക്ഷെ ഇവരെന്തുകൊണ്ട് ഈ സംഗമത്തെ ഭയപ്പെടുന്നു? ഇതിന്റെ ഫലം ഇതാണെന്ന് അവർക്കറിയാം. അപ്പൊ എന്ത് വക്രം എഴുന്നള്ളിച്ചും ഇതില്ലായ്മ ചെയ്യാൻ അവർ ശ്രമിക്കും. അവർക്ക് വേണ്ടി കൂട്ടും നിൽക്കും. ഒരു 8 പഞ്ചായത്തുകളിലേക്കെങ്കിലും ഇപ്പൊ തന്നെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഞാൻ എത്ര സ്ഥലത്ത് പോകും? ഞാൻ മന്ത്രിയുടെ ജോലി ചെയ്യണം. ഞാൻ ഇവിടെ നിന്നാ പറയും ഇയാൾക്ക് ഡൽഹിയിൽ പണിയൊന്നും ഇല്ലെന്ന്. ഡൽഹി പോയിരുന്നാ ചോദിക്കും നാട്ടിൽ കാണാനില്ലല്ലോ. സിനിമയിൽ അഭിനയിച്ച ഇയാൾക്ക് ഇതാ നല്ല പണി. ഈ പറയുന്നവന്മാർക്കൊക്കെ എന്ത് മൂല്യമുണ്ട്, എന്ത് ജന്മോദ്ദേശമുണ്ട്? ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? സേവനത്തിനങ്ങ് പൂർണ്ണമായിട്ട് ഇറങ്ങിയെന്ന് ഞാൻ പറയുന്നില്ല. എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുന്നു. അത് പക്ഷെ ഞാൻ ഉറപ്പുവരുത്തും. അത് ഞാൻ തൃശ്ശൂർക്കാർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 3 ടേമിൽ അവിടെ വന്നിട്ടുള്ള MP-മാരെക്കാൾ അവരെ ഔട്ട് പെർഫോം ചെയ്യുന്ന ഒരു MP ആയിരിക്കും ഞാൻ എന്നുള്ളത് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അത് പാലിച്ചിരിക്കും. കിടപ്പാടം പോവോ? സാധ്യത ഇല്ലാതെയില്ല. ഈ വേഷം കെട്ടി കണ്ടിട്ട് ഇയാൾ ഇച്ചിരി ഓവറാണോ എന്നൊരു സംശയം. മജീഷ്യൻ സാമ്രാട്ടിനെ പോലെ. ഞാൻ BJPക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരത്തും പാലക്കാടും അല്ല നിന്ന് ജയിച്ചത്. സ്വാധീനം ഇനി ജനിക്കുക പോലുമില്ല എന്ന് പറയുന്ന തൃശ്ശൂരിൽ നിന്നാണ് എനിക്ക് ജയിക്കാൻ സാധിച്ചതെങ്കിൽ ആ ദൈവം കൂടെ നിൽക്കുന്നുണ്ടാണ്. പോയോ? ആര്? എന്നെ അടിച്ചവൻ അവിടെ നിക്കണ്. പോകുമ്പോ ഒന്ന് പറഞ്ഞേക്കണം. എന്റെ പായന്തലങ്ങനെ അപ്പുറത്ത് കിടക്കാം. ഒന്ന് ഉറങ്ങണം. എന്തൊരു തരിപ്പ്. നീ പേടിക്കണ്ട.